ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് പനിയാരമാണ്. ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ദോശമാവ്, നന്നായിട്ട് അരിഞ്ഞ ഒനിയൻ, പച്ചമുളക്, ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, കടുക്, കായം, മല്ലിയില, ഉപ്പ്, കറിവേപ്പില, എണ്ണ. ഒരു പാനിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ ഇട്ട് കൊടുക്കാം. ഒനിയൻ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ചേർക്കാം. ഇനി ക്യാരറ്റ് ചേർക്കുക. ചെറുതായിട്ട് അരിയണം. ക്യാരറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കണം. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒനിയൻ്റെ റോ സ്മെല്ല് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ മിക്സ് നന്നായിട്ട് തണുക്കാൻ വയ്ക്കണം. അതിനുശേഷം ദോശ ബാറ്ററിലേക്ക് തണുത്ത മിക്സ് ചേർത്ത് ഇളക്കണം. ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പനിയാരത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി പനിയാരം തയ്യാറാക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഇങ്ങനെ ഒഴിക്കാതെ ജസ്റ്റ് ഗ്രീസ് ചെയ്തെടുക്കാനും പറ്റും, ഓയിൽ കുറച്ച് യൂസ് ചെയ്യുന്നവർക്ക്. അതിലേക്ക് ഓരോ സ്പൂൺ പനിയാരം ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. താഴ്ഭാഗം ഗോൾഡ് കളർ ആവുന്നിടം വരെ നമ്മളിത് വേവിക്കുക. അതിനുശേഷം ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഫ്രൈ ചെയ്ത് എടുക്കാം. പനിയാരം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഇത് വളരെയധികം ഇഷ്ടപ്പെടും. പുതിന ചട്നിയുടെയോ തേങ്ങാ ചട്നിയുടെയോ സാമ്പാറിൻ്റെയോ കൂടെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.